അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സാങ്കേതിക മേഖലയിലെ വളർച്ചയോടെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മൂവാറ്റുപുഴ കാർഷികോത്സവത്തോടനുബന്ധിച്ചുള്ള അഗ്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മേഖലയിലെ വളർച്ചയോടെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മൂവാറ്റുപുഴ കാർഷികോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഗ്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് നമ്മുടേത്. തമിഴ്നാട്ടുകാർക്കൊക്കെ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. വെണ്ണീറാകുന്ന പാടശേഖരങ്ങളും കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകരും തമിഴ്നാട്, ആന്ധ്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളം അനുഗ്രഹീതമായ നാടാണ്. ഇവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത പ്രദേശം. അതുകൊണ്ട് തന്നെ വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ വേഗതയിൽ നടത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പഴയ കാലത്തെ രീതിയല്ല ഇപ്പോഴുള്ളത്, സത്യമാണ്. പഴയ കാലത്ത് കർഷകർ അവലംബിച്ചിരുന്ന കാർഷിക രീതികളൊക്കെ ഇന്ന് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. പണ്ട് കർഷകർക്കറിയാം ഏത് സമയത്ത് മഴയുണ്ടാകും. പണ്ട് കർഷകർക്കറിയാം ഏത് സമയത്താണ് ഞാറ് നടേണ്ടത്, ഏത് സമയത്താണ് കൃഷിക്ക് നമ്മളെ പാടശേഖരങ്ങൾ ഒരുക്കേണ്ടത്. ഇതെല്ലാം അവർക്കറിയാമായിരുന്നു. ആരും പറയാതെ തന്നെ ഒരു കാർഷിക കലണ്ടർ പഴയ കാലത്തെ കർഷകരുടെ മനസ്സിലുണ്ടായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷിയെ കൂടുതലായി ബാധിക്കും. പ്രകൃതിയോടിണങ്ങി കൃഷിയോട് താൽപ്പര്യം കാണിക്കുന്ന യുവതലമുറ നാടിന് ആശ്വാസമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഓഫ് റിസർച്ച്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പി ഇന്ദിരാദേവി, ഡോക്ടർ എൻ കെ ശശിധരൻ, ജോബി ജോസഫ്, വി സി സെബാസ്റ്റ്യൻ, ബിൻസി ജെയിംസ്, ആന്റണി കണ്ടിരിക്കൽ എന്നിവർ അഗ്രി കോൺക്ലേവിന് നേതൃത്വം നൽകി. റിട്ടയർഡ് ഫാം സൂപ്രണ്ട് ബിജുമോൻ സക്കറിയ മോഡറേറ്ററായിരുന്നു. ഡീൻ കുര്യാക്കോസ് എം പി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാറാമ ജോൺ, റിയാസ് ഖാൻ, ഷിവാഗോ തോമസ്, ബെസ്റ്റിൻ ചേറ്റൂർ, മേഴ്സി ജോർജ്, സിബിൽ സാബു, വിവിധ നേതാക്കളായ കെ എം പരീദ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, ADA സാനി ജോർജ് എന്നിവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.